സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം കോഡുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ഹിജാബ് വിഷയത്തിൽ കേരള സർക്കാർ കടുത്ത നിലപാട് സ്വീകരിച്ച് പുറത്തിറക്കിയ നിർബന്ധിത ഉത്തരവിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്ഥാപനമായ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിനെതിരെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് നിയമപരമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന സുപ്രധാനപരമായ വാക്കാൽ നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയത്. കേരള വിദ്യാഭ്യാസ നിയമങ്ങളും ചട്ടങ്ങളും CBSE സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന ശക്തമായ നിയമപരമായ അടിത്തറയാണ് ഇവിടെ കോടതി നിരീക്ഷണത്തിന് കാരണമാക്കിയത്. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിനെ ലക്ഷ്യം വെച്ച് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച നിലപാടുകൾക്ക് നിയമപരമായ സ്ഥിതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. യൂണിഫോം വ്യവസ്ഥകളിൽ മതപരമായ വസ്ത്രധാരണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് കോടതിയിലെത്തിയത്. പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച ശക്തമായ നിലപാടിന് വിരുദ്ധമായാണ് കോടതിയിൽ നിന്നും ഈ നിരീക്ഷണമുണ്ടായത്. കേസ് പരിഗണനയ്ക്കെടുത്ത ജസ്റ്റിസ് അരുൺ സ്കൂളിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വിമല ബിനുവിന്റെ വാദങ്ങൾ ഗൗരവമായി കണക്കിലെടുത്തു. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ അഫിലിയേറ്റഡ് ചെയ്ത സ്ഥാപനമായിരുന്നു അഭിഭാഷകരുടെ പ്രധാന വാദം. ഇത് പ്രകാരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ KEA നിയമങ്ങൾ ഈ സ്കൂളിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് യൂണിഫോം പോലുള്ള വിഷയങ്ങളിൽ നിർബന്ധിതമായി നടപ്പാക്കാൻ കഴിയില്ല. CBSEയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്ര ബോർഡിന്റെ ചട്ടങ്ങൾക്കും നിബന്ധനകൾക്കും അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാരികൾക്ക് അതിർവരമ്പുകൾ ഉണ്ടെന്നും അഭിഭാഷക വാദിച്ചു. സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് സ്കൂളിന്റെ അഭിഭാഷക ആവശ്യപ്പെട്ടെങ്കിലും അടിയന്തരമായി വാമൊഴിയായി സ്റ്റേ അനുവദിക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് അരുൺ വ്യക്തമാക്കി. എങ്കിലും കേസിന്റെ നിയമപരമായ മർമ്മം തുറന്നു കാട്ടുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി. നിങ്ങൾക്കും എനിക്കും അറിയാം, ഈ സ്കൂളുകൾ നിർബന്ധിതമായ ഒരു നടപടി സർക്കാർ വിദ്യാഭ്യാസ ഓഫീസർക്ക് പറ്റില്ലെന്ന്. കാരണം ഇത് CBSE സ്കൂളാണ് എന്നാണ് ജഡ്ജി നിരീക്ഷിച്ചത്. ഒരു കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം മാത്രമാണിതെങ്കിലും കേസിന്റെ നിയമപരമായ ഗതി എന്തായിരിക്കും എന്നതിലേക്കുള്ള വ്യക്തമായ സൂചനയാണിത്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിന് CBSE സ്കൂളുകളിൽ നിയമപരമായ ബലമില്ലെന്ന് കോടതി പരോക്ഷമായി സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനാൽ ഒരു ഉത്തരവിന് വേണ്ടി ഞാനൊരു ഉത്തരവിറക്കുന്നില്ല, സ്റ്റേറ്റ് അറ്റോർണിക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കട്ടെ എന്ന് കൂട്ടിച്ചേർത്ത ജഡ്ജി കേസ് തുടർ നടപടികൾക്കായി സ്റ്റേറ്റ് അറ്റോർണിക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനായി മാറ്റിവെച്ചു. ഈ വിവേകപരമായ നടപടി കോടതിയുടെ അന്തിമ ഉത്തരവ് പുറത്തുവരുന്നതിന് മുമ്പ് സർക്കാരിന് നിയമപരമായ നിലപാട് പുനഃപരിശോധിക്കാനുള്ള സമയം നൽകുന്നു. കേരള വിദ്യാഭ്യാസ നിയമങ്ങൾ സംസ്ഥാനത്തെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് പ്രധാനമായും ബാധകമാകുന്നത്. എന്നാൽ CBSEയുടെ അഫിലിയേഷനിലുള്ള സ്കൂളുകളുടെ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണപരവും നിയമപരവുമായ ഇടപെടലുകൾക്ക് പരിമിതികളുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഭരണഘടനയുടെ 30-ാം വകുപ്പ് ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്താനുമുള്ള അവകാശവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. സെന്റ് റീത്താസ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂൾ ആയതിനാൽ അവരുടെ ഭരണപരമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ന്യൂനപക്ഷ അവകാശങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. യൂണിഫോം കോഡുകൾ, പ്രത്യേകിച്ച് മതപരമായ വസ്ത്രധാരണ രീതികൾ സംബന്ധിച്ച കേസുകളിൽ സ്കൂളിന്റെ സ്വയംഭരണാവകാശം, വിദ്യാർത്ഥികളുടെ മൗലികാവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, തുല്യത, പൊതുസമാധാനം തുടങ്ങിയ നിരവധി നിയമപരമായ വിഷയങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന് കേന്ദ്ര ബോർഡിന്റെ സ്ഥാപനങ്ങൾ എങ്ങനെ നിയമസാധുത ലഭിക്കും തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു. ജസ്റ്റിസ് അരുണിന്റെ നിരീക്ഷണങ്ങൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടക്കത്തിലുള്ള തീരുമാനങ്ങൾക്ക് നിയമപരമായ സ്ഥിരത നൽകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് നടത്തുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പരിധിവരെ സർക്കാരിന് കർശനമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കുമെങ്കിലും സ്വകാര്യ CBSE സ്കൂളുകളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ഭരണഘടനാപരമായ പരിരക്ഷ നിലനിൽക്കുന്നു. ബലമായി ഈ സ്കൂളിൽ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയമം നടപ്പാക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം എന്ന ശക്തമായ വാക്കുകൾ സംസ്ഥാനത്തിന്റെ ഭരണപരമായ ഇടപെടലുകൾക്ക് നിയമത്തിന്റെ അതിർവരമ്പുകളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്റ്റേറ്റ് അറ്റോർണിക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ തുടർന്നാണ് സർക്കാർ ഏത് നിയമപരമായ നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നത് നിർണായകമാകുന്നത്. നിലവിൽ സ്കൂളിനെതിരായ നിർബന്ധിത നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് തൽക്കാലം കഴിയില്ലെന്ന് തന്നെയാണ് ഈ നിരീക്ഷണങ്ങളുടെ പൊരുൾ.
ഈ കേസിന്റെ അന്തിമ വിധി ഭാവിയിൽ സംസ്ഥാനത്തെ CBSE സ്കൂളുകളിലെ വിദ്യാഭ്യാസപരമായതും ഭരണപരമായ കാര്യങ്ങളിലെ സർക്കാരിന്റെ അധികാര പരിധിയെക്കുറിച്ച് വ്യക്തമായ നിയമപരമായ വ്യാഖ്യാനം നൽകുമെന്ന പ്രതീക്ഷയിലാണ് നിയമലോകം.